യെസ് അസ്ലം, എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്ന കാര്യം ഡിസംബർ ജനുവരി അതിനുള്ളിൽ തന്നെ മറ്റ് വീടുകളുടെ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതാണ് സർക്കാർ നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈവത്തോണിലുടനീളം അക്കാര്യമായിരുന്നു, എപ്പോൾ പൂർത്തീകരിക്കാനാകുമെന്നുള്ള ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരമാണ്. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇനിയുമുണ്ട്. നേരത്തെ പറഞ്ഞത് മഴയൊക്കെ ഒരു തടസ്സമായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സന്നദ്ധ സംഘടനകളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ വളരെ പ്രായോഗികമായ അവരുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ സമയക്രമത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അല്ലെ? അതേസമയം സ്വാഭാവികമായും ആദ്യമുണ്ടായ ഒരു വേഗത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ഡിസംബറിൽ പൂർത്തിയാകുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസം, സർക്കാരിന്റെ ആത്മവിശ്വാസം എത്രത്തോളം പുലരുമെന്ന് അറിയില്ല. എന്തായാലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയെങ്കിലും ഈ കാര്യത്തിൽ എത്തേണ്ടി വരും. കാരണം 400ഓളം വീടുകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് നമുക്ക് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നീളാനുള്ള സാധ്യതയുണ്ട്. അത്രയും നാൾ ഇവർ വാടക വീടുകളിൽ കഴിയേണ്ടി വരും എന്നുള്ളൊരു വസ്തുത. അതിനേക്കാൾ ഗുരുതരം എന്ന് പറയുന്നത് ഇപ്പോഴും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ സമീപനങ്ങളിൽ പോകേണ്ടി വരും. ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞു തന്നെ പലരുടെയും പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ആ മുന്നിലുള്ള പരാതികൾ അതിവേഗത്തിൽ നടപടിയിലേക്ക് പോകേണ്ടി വരും. മാത്രമല്ല, കച്ചവടക്കാരുടെ കാര്യത്തിൽ ഇതുവരെയും സർക്കാരിന്റെ ഉത്തരവ് തന്നെ വന്നിട്ടില്ല. കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ഉത്തരവ് തന്നെ സർക്കാർ മുന്നിൽ വന്നിട്ടില്ല. മാത്രമല്ല, ആരോഗ്യ അല്ലെങ്കിൽ രോഗങ്ങളായി ചികിത്സ തുടരുന്ന ആൾക്കാർക്കുള്ള സമ്പദ് സഹായം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പുനരധിവാസ പട്ടിക തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലേക്കും പോയിട്ടില്ല എന്നുള്ള വസ്തുത. ചെയ്തിടത്തോളം സർക്കാരാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതേസമയം ഇത് വേഗത്തിൽ മനുഷ്യരുടെ പ്രശ്നമാണ്. മാത്രമല്ല, വലിയൊരു ദുരന്തം കൺമുന്നിൽ കാണുകയും നേരിട്ട് അനുഭവിക്കുകയും കുടുംബാംഗങ്ങൾ അടക്കം നഷ്ടപ്പെടുകയും ചെയ്തവരുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കരുതൽ ഇക്കാര്യത്തിൽ സർക്കാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും കേൾക്കണമെന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട്. അതെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടി നമ്മൾ സ്ക്രീനിൽ എത്തിക്കുകയും ചെയ്യും. സജീവമായ ശ്രദ്ധ സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണം ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ശരി, അങ്ങനെ ജിൽസി തുടർച്ചയായി 3 മണിക്കൂർ 9 മണി മുതൽ 12 മണി വരെ നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമായിരുന്നു. ആ ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം നടന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ എന്താണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലും അവസ്ഥ എന്നാണ് ചുരുങ്ങിയ വാക്കിൽ ജിൽസിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും, അതായത് സർക്കാർ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഒരു സമയം ഇപ്പോൾ പറയുന്നത് ഡിസംബർ, ജനുവരി മാസമാണ്. പക്ഷെ ആ സമയത്തേക്ക് എത്രത്തോളം കണ്ട് കാലാവസ്ഥ അനുകൂലമാകും, കാര്യങ്ങൾ ഇത്രയും 400 വീടുകൾ ആ സമയത്തേക്ക് എങ്ങനെ പൂർത്തിയാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നീട് ഈ സന്നദ്ധ സംഘടനകളുടെ പ്രശ്നമാണ്. അവർ ഉന്നയിക്കുന്നത് അവരുടെ ഭൂമി തരംമാറ്റൽ അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ കുറച്ചുകൂടെ ക്രിയാത്മകമായും കുറച്ചുകൂടെ അതിനെ എളുപ്പത്തിൽ ലഘൂകരിക്കാൻ കഴിയുന്ന നിലപാടുകൾ അവിടെ എടുക്കേണ്ടതുണ്ട്. കാരണം അൾട്ടിമേറ്റ് ഇതിന്റെ ഒരു ലക്ഷ്യം ഈ ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അവരെ സ്ഥായിയായ ഒരു പുനരധിവാസത്തിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ സ്ഥായിയായ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ താൽക്കാലിക പുനരധിവാസം പരിമിതികൾക്കുള്ളിൽ ആണ് ഇപ്പോൾ തുടരുന്നത് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അത്തരം പരിമിതികളുണ്ട്, അതിനെ മറികടക്കാൻ. പക്ഷേ ലൈവത്തോൺ ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകൾ അവസാനിക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും കണ്ണും കാതും തുറന്നു വെച്ച് തന്നെ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇനിയും സർക്കാർ അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് കൂടെ കടക്കേണ്ടതുണ്ട്. അത്തരം ഒരുപക്ഷെ പട്ടികയ്ക്ക് പുറത്തായ ആളുകളുടെ പ്രശ്നങ്ങൾ, പടവെട്ടിക്കുന്നിലുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് അതിനും കൂടെ ഒരു കുറച്ചുകൂടെ വ്യാപ്തിയിൽ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവരുടെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിലേക്കും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും മീഡിയ വണ്ണിന്റെ ഭാഗത്തുനിന്ന് വളരെ സജീവമായി തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ലൈവത്തോൺ ഇവിടെ പൂർത്തിയാവുകയാണ്. 3 മണിക്കൂർ ഞങ്ങൾക്കൊപ്പം തുടർന്ന പ്രേക്ഷകർക്ക് അറിയിക്കുകയാണ്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ജൂലൈ 30 എന്ന ഡേറ്റിന് ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലുമൊക്കെ മുണ്ടക്കൈക്ക് വേണ്ടി സമയം നീക്കിവെക്കും, ചർച്ചകൾ ഉണ്ടാവും.